ഒരു കപ്പിൾ IVF ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു 7-8 എംബ്രിയോ അല്ലെങ്കിൽ ചിലവർക്ക് 10-12 വരെ പോകാറുണ്ട്. സോ ഇത്രയും എംബ്രിയോസിൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 2-3 മാത്രമേ ഇടുള്ളൂ. സപ്പോസ് ഈ പേഷ്യന്റ് അതിൽ കൺസീവ് ആയി 9 മാസം വരെ അബോർഷനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി കുഞ്ഞുങ്ങൾ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ ബാക്കി എംബ്രിയോസ് നമ്മൾ എന്ത് ചെയ്യും? സോ അത് പേഷ്യൻസിന്റെ പ്രോപ്പർട്ടിയാണ്. ദേ പേ ദ മണി ടു കീപ് ഇറ്റ് സേഫ് ഇൻ അവർ സെന്റർ. സോ അവരോട് ചോദിച്ചിട്ടേ നമ്മൾ ഫർദർ ഡിസിഷൻസ് എടുക്കുള്ളൂ. ഒരു കപ്പിളിന് ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ആയി ആ ബേബീസിന് 1-2 വയസ്സായ ശേഷം ഹെൽത്തി ഒക്കെയാണ്, അവർക്ക് ഇനി ഫ്യൂച്ചർ ഫെർട്ടിലിറ്റിയുടെ ആവശ്യമില്ലെങ്കിൽ അവരുടെ പെർമിഷനോടെ നമ്മൾ ആ എംബ്രിയോസ് ഡിസ്ട്രോയ് ചെയ്യും. അല്ലെങ്കിൽ അവർ തന്നെ നമ്മൾ വിളിച്ച് പറയും ഇനി നമുക്ക് ഈ റിന്യൂവൽ ഫീസ് പേ ചെയ്യാൻ വയ്യ, നമ്മൾ അത് ഡിസ്ട്രോയ് ചെയ്തോളൂ എന്ന് പറയും. സോ അവരുടെ പെർമിഷനോടെ നമ്മളത് ചെയ്യും. ചില കപ്പിൾസിന് ഒരു ബേബി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ട്വിൻസ് ഉണ്ടാവും, പക്ഷേ ഒരു ബേബിയുടെ ഹാർട്ട് ബീറ്റ് നിന്ന് പോകും. സോ പല റീസൺസ് കൊണ്ട് ഒരു ബേബി അവർക്ക് കിട്ടും, ബട്ട് അവർക്ക് സെക്കൻഡ് ബേബി ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മളത് പ്രിസർവ് ചെയ്ത് വയ്ക്കും. 2-3 ഇയേഴ്സ് ലേറ്റർ ദേ കൻ അഗൈൻ കം ഫോർ ആൻ എംബ്രിയോ ട്രാൻസ്ഫർ ആൻഡ് ഹാവ് എ സെക്കൻഡ് പ്രഗ്നൻസി. സോ ഇങ്ങനെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കേസസ് അനുസരിച്ചാണ് ലെഫ്റ്റ് ഓവർ എംബ്രിയോസിനെ ഹാൻഡിൽ ചെയ്യുന്നത്.